വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് തള്ളി മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ഒരു ഭാഗത്ത്, പ്രവർത്തകർ മറുഭാഗത്ത്. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. വടക്കാഞ്ചേരിയിലാണ് നമ്മളിപ്പോൾ ഈ മാർച്ച് കാണുന്നത്. വോട്ടുകോഴ വിവാദത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മാറ്റി ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കടക്കുകയാണോ? പോലീസിന് അവരെ തടയാൻ കഴിയുന്നുണ്ടോ? ജെയ്സൺ ചാവളപ്പിൽ ജലപീരങ്കി പ്രയോഗിക്കുകയാണോ? സുജിയ, ജലപീരങ്കി പ്രയോഗിക്കാനായിട്ടുള്ള നീക്കമാണ് പോലീസ്. ബാരിക്കേഡ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു തുടങ്ങി. ബാരിക്കേഡ് തകർത്തു കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ ജലപീരങ്കി ഉപയോഗം നടക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കോൺഗ്രസ് പ്രവർത്തകർ ചിതറി ഓടുന്നു. കാര്യമായ രീതിയിലുള്ള പ്രതിരോധം പോലീസ് സത്യത്തിൽ ഉണ്ടാക്കിയിരുന്നില്ല. ബാരിക്കേഡുകൾ തന്നെ ദുർബലമായിരുന്നു. കയർ പോലും കെട്ടാൻ സമയം കിട്ടിയില്ല. കാരണം ഇത് സംസ്ഥാന പാതയാണ്. നിരന്തരമായി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധി വിട്ട് നേരത്തെ തന്നെ റോഡ് ബ്ലോക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ പെട്ടെന്ന് തന്നെ തകർക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കായി. ഉടൻ തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജലപീരങ്കി ഉപയോഗം നമുക്ക് കാണാനാകും. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജാഫറിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നതാണ് പ്രധാനമായും. അതിനുശേഷം LDF സ്ഥാനാർത്ഥിക്ക് ജാഫർ വോട്ട് ചെയ്തു. പക്ഷേ ഇന്നലെ ജാഫർ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ എന്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ജാഫറിനായില്ല. ഇതിനിടയിലാണ് വിജിലൻസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വിജിലൻസ് അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. പ്രധാനമായും തെളിവുകളില്ല എന്ന റിപ്പോർട്ട് നൽകിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു കാർഡ് ഉപയോഗിച്ച് പോലീസിന് നേരെ അടുത്തു വരുന്ന പ്രവർത്തകർ. പോലീസ് ലാത്തി വീശാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല. പക്ഷേ ഒരു പരിധി വിട്ട് സമരം മുന്നോട്ട് വന്നാൽ ലാത്തി ചാർജിലേക്ക് പോകും. അതുപോലെ തന്നെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാരിക്കേഡ് തകർന്നു പോയി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഒരാൾ തെറിച്ചു പോകുന്നതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഗുരുതരമായ ആരോപണങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലയിലെ 2 MLA-മാർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഗൂഢാലോചനയിൽ, അതായത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഈ അട്ടിമറി ഗൂഢാലോചനയിൽ കോഴ വിഷയത്തിൽ 2 MLA-മാർക്ക് പങ്കുണ്ടെന്ന ഗുരുതരമായ ആരോപണം DCC പ്രസിഡന്റും അതുപോലെ തന്നെ പരാജയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഷാനവാസും ഉന്നയിച്ചു കഴിഞ്ഞു. വടക്കാഞ്ചേരി MLA സീവർ ചിറ്റിൽപ്പള്ളി, കുന്നംകുളം MLA AC മൊയ്തീൻ, ഈ 2 പേർക്കും ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട്. ഈ ജാഫറിനെ ഇവർ 2 പേരുടെയും ദൂതന്മാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. ജാഫറിൻ്റെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് പോലീസ് പിടിച്ചെടുക്കാൻ അടക്കമുള്ള ആവശ്യങ്ങളും കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടിയിലേക്ക് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഏതായാലും സമരം തുടരും എന്ന സൂചനയാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. കോൺഗ്രസ് ലഭിച്ച ഏറ്റവും നല്ല പിടിവള്ളി എന്ന നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ കോൺഗ്രസ് കാണുന്നത്. ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗം നിർത്തിയിരിക്കുന്നു. പ്രതിഷേധക്കാർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ MP വിൻസെന്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കുകയാണ്. പോലീസും ബാരിക്കേഡ് എല്ലാം തകർന്നിട്ടുണ്ടെങ്കിൽ പോലീസും ഒരു ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരും. സുരിയ, വടക്കാഞ്ചേരി വോട്ടുകോഴയിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം കടുപ്പിക്കുക തന്നെയല്ലേ കോൺഗ്രസ് ഇപ്പോൾ? തീർച്ചയായും സുജയ, പ്രതിഷേധം കടുപ്പിക്കുക എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. കോൺഗ്രസിന് നേരിട്ട 2 പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റത്തൂർ വിഷയമായിരുന്നു. മറ്റൊന്ന് തൃശ്ശൂർ മേയറുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടി ആരോപണം ഉയർന്നു വന്നിരുന്നു. ഈ 2ലും കോൺഗ്രസ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന് വലിയ രീതിയിൽ ആക്രമിക്കാൻ കഴിയാവുന്ന രീതിയിൽ, പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് വിഷയം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ UDF-ന്റെ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജാഫർ തലേ ദിവസങ്ങളിൽ തന്നെ തിരഞ്ഞെടുപ്പ് ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ആ ട്വിസ്റ്റ് സംഭവിച്ചു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് ശക്തി പകരുന്നത്. ഇന്നലെ ജാഫർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതെല്ലാം നിഷേധിക്കുകയും താൻ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഏത് പ്രേരണയിലാണ് ഈ വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് ചെയ്തെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു മറുപടി നൽകാൻ ജാഫറിനായില്ല എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതും പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിക്കുന്നതും. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂലമായ സാഹചര്യം
വരുന്ന 3 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ ഗുണകരമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ച് ഈ പ്രതിഷേധം ശക്തമാക്കും. ഒപ്പം തന്നെ നിയമ നടപടികളിലേക്കും കടക്കും. നിലവിലിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ തുടരുകയാണോ ജെയ്സൺ? ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവും അതുപോലെ തന്നെ മുൻ MLA-യുമായ MP വിൻസെന്റ് എത്തിയിട്ടുണ്ട്. ഇനി ആ ഉദ്ഘാടന സെഷനിലേക്കാണ്. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത സമര പരിപാടികളിലേക്ക് പ്രവർത്തകർ കടക്കുക. അപ്പോൾ ബാരിക്കേഡുകളെല്ലാം തകർന്നു കിടക്കുന്നുണ്ട്. പോലീസ് ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് പ്രവർത്തകരുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ആ സമരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി MP വിൻസെന്റ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വോട്ടുകോഴ ആരോപണത്തിലാണ് പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രതിരോധം എങ്ങനെയാണ് മറുഭാഗം തീർക്കുന്നത് ജെയ്സൺ? CPM സത്യത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഒരു വോട്ട് ചെയ്താൽ ആ വോട്ട് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറിപ്പോകുക എന്നൊക്കെ പല പഞ്ചായത്തുകളിലും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിന്റെ തലേ ദിവസങ്ങളിൽ ഈ വോട്ട് മാറ്റി ചെയ്ത വ്യക്തി വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തും. തനിക്ക് 50 ലക്ഷം രൂപയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. താൻ 50 ലക്ഷം രൂപ വാങ്ങിച്ച് ലൈഫ് സെറ്റിൽ ആവാൻ ശ്രമം നടത്തുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളോട് ജാഫർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായി പ്രാദേശികമായ നേതാവ് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നാളെ വോട്ടെടുപ്പിൽ ഒരു ട്വിസ്റ്റ് നടക്കുമെന്ന് ആവർത്തിക്കുന്നു. എന്താണ് ട്വിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് താങ്കൾ നോക്കിക്കോളൂ, ഞാൻ എൻ്റെ ജീവൻ സേഫ് ആക്കണ്ടേ, എൻ്റെ ജീവിതം സേഫ് ആക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവന. പക്ഷേ അത് പിറ്റേ ദിവസം വരുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു. അതോടുകൂടിയാണ് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ ഈ കോൺഗ്രസ് എത്തുന്നത്. മാത്രവുമല്ല ഇന്നലെ ജാഫർ നടത്തിയ ഒരു പോലീസും ഇരുഭാഗത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരി കോഴയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്.